എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം നിങ്ങളുടെ ചിന്തകൾ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം ആഗസ്റ്റ് 20, 21 ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും. അതിലേറ്റവും പ്രധാനപ്പെട്ട നാളുകാരെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിലേറ്റവും ഐശ്വര്യമുള്ള നാളുകാരാണ് അശ്വതി. എന്തുകൊണ്ടും അശ്വതി വളരെയധികം ഐശ്വര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരും, അതിലൊരു സംശയവുമില്ല. എല്ലാത്തിനുമുപരി നല്ല ചിന്തകൾ മനസ്സിലുണ്ടാക്കുക. നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റുക. നല്ല ചിന്തകൾ മനസ്സിൽ ചിന്തിക്കുക. എല്ലാ ദിവസവും ഐശ്വര്യം വരും എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുക. അതുപോലെ തന്നെ ധാരാളം ധനങ്ങൾ ഈ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ മാതാവിൽ നിന്ന് ധാരാളം ധനസഹായങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ പരിഹാരങ്ങൾ അവസാനം നമ്മൾ പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ഐശ്വര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടും. അടുത്തത് ഭരണിയാണ്. ഭരണിക്ക് എന്തുകൊണ്ടും വെച്ചടി കയറ്റമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. പ്രധാനമായും അവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സമ്മാനം അവർക്ക് തീർച്ചയായും അടിക്കും, അതിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഇവർക്കും ഐശ്വര്യത്തിൻ്റെ തീർച്ചയായും ഐശ്വര്യം വന്നു ചേരും. പരിഹാരം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാ സമയങ്ങളും കൃത്യമായ സമയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ നാളിലും ഉണ്ടാകും. അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളിലും ഐശ്വര്യം തടസ്സമായി നിൽക്കുന്നത്. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും മകത്തിനും വളരെയധികം ഐശ്വര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നത്. എന്തുകൊണ്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഈ നാളുകാർക്ക് സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസങ്ങളിൽ വന്നു ചേരും. പ്രധാനമായും പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ നാളുകാർക്ക് ബന്ധുക്കളെയും കൊണ്ട് വളരെയധികം സഹായങ്ങൾ ഉണ്ടാകും എന്നാണ്. പ്രധാനമായും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസരമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ. അടുത്ത നാൾ എന്ന് പറഞ്ഞത് ചോതിയാണ്. ചോതിക്ക് എന്തുകൊണ്ടും വളരെയധികം സമ്പത്ത് ഈ ദിവസങ്ങളിൽ വന്നു ചേരും. സമ്പത്ത് മാത്രമല്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. പരിഹാരമാർഗം അവസാനം പറയുന്നതായിരിക്കും. എല്ലാത്തിനുമുപരി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളുമിട്ട് ഐശ്വര്യം നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. കൂട്ടപ്രാർത്ഥനയുടെ ഫലം എല്ലാവർക്കും കിട്ടും. നിങ്ങളുടെ പേര് നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും ഐശ്വര്യം വരണം. അതിന് അറിയാം. നിങ്ങളുടെ പേര് നാളെ ഇടുക. അതിലൂടെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ. എല്ലാ ഭവനങ്ങളിലും ഐശ്വര്യവും സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാകട്ടെ. അടുത്ത നാൾ എന്ന് പറഞ്ഞത് ഉത്രാടമാണ്. ഉത്രാടത്തിനും ചിത്തിരയ്ക്കും വളരെയധികം സമ്പത്ത് വരുന്ന ഈ സമയങ്ങളിൽ എല്ലാവിധ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത നാൾ എന്ന് പറഞ്ഞത് കാർത്തികയാണ്. കാർത്തികയ്ക്കും വളരെയധികം ആയില്യത്തിനും വെച്ചടി കയറ്റമാണ്. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. എല്ലാവിധ തടസ്സങ്ങളും മാറി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കും വന്നു ചേരും. പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഈ പറയുന്ന നാളുകാർക്കെല്ലാം ഐശ്വര്യങ്ങൾ വരാനും തടസ്സങ്ങൾ മാറുവാനും വേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുകയാണ്. ആദ്യമായി ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും നെയ്വിളക്ക് കത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും. നെയ്വിളക്ക് വളരെയധികം എനർജറ്റിക്കാണ്. അത് നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റും. മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ വരികയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ ഊർജം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും രോഗങ്ങളും മാറാൻ നെയ്വിളക്ക് കത്തിക്കുക. അത് മുടങ്ങാതെ വ്യാഴാഴ്ചകളിൽ കത്തിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ദിവസങ്ങളിൽ കത്തിക്കുക. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയും ആരോഗ്യ പ്രശ്നവും
കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വരും. സന്താനങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. കല്യാണ തടസ്സമുള്ളവരുടെ തടസ്സങ്ങളെല്ലാം മാറുവാനും ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ നാളുകളിൽ നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളത്. ഈ പറയുന്ന നാളുകാർക്കെല്ലാം ഐശ്വര്യങ്ങൾ പൂർണ്ണമായി വരാൻ ഈ പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇട്ട് എല്ലാവരും ഐശ്വര്യം നേടും. നന്ദി, നമസ്കാരം.